royalty. They'll be calling me, calling me. They'll be calling me royalty. Best to give me loyalty, 'cause I'm taking the world, you'll see. They'll be calling me, calling me. They'll be calling me royalty. ജീവ, നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നതിന് വല്ല ബോധമുണ്ടോ? ഇതാരീ പുതിയ അവതാരം, അതും CM-ന്റെ മോനെയൊക്കെ. ഇതിന്റെ കോൺസിക്വൻസസ് വല്ല നിനക്കറിയാവോ? ആ ചെറുക്കന്റെ ബോഡി എങ്ങനെ അവർക്ക് കിട്ടിയാ അത് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓ, അപ്പൊ എല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ്. വിളിച്ചോടി പെങ്ങളെ, ഇങ്ങോട്ട് നോക്ക്. എന്താ? ഇങ്ങോട്ട് വാ. സഞ്ജയ്, ഞാൻ അങ്കിളിന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഓക്കെ. എന്തേട്ടാ? ആരടി അത്? ഓ, അത് ജേക്കയുടെ അങ്കിളാ. അങ്കിളോ? ആ, ജീവേട്ടന്റെ അച്ഛന്റെ അനിയൻ. ഓ, സത്യം പറ, നിങ്ങളുടെ ഉദ്ദേശം എന്നാ? ഒന്നും കാണാതെ ഏട്ടൻ ഇവിടെ വന്നിങ്ങനെ നിക്കില്ല. എന്താ കേട്ടോ, ഞാനേ പോലീസാ. നിന്റെ ജീവേട്ടനെ അറസ്റ്റ് ചെയ്യാൻ തന്നെ വന്നതാ. ആഹാ, കള്ളന്മാരൊക്കെ ഇപ്പൊ പോലീസിലെടുത്തു തുടങ്ങിയോ? ഓഹോ, പുച്ഛ. ദേ നോക്കെന്റെ കാർഡ്. ഇനി പറ. ഏട്ടാ, ഇതൊക്കെ എപ്പോ? അത് അന്ന് ഞാൻ PSC പരീക്ഷയ്ക്ക് പോകുവാന്ന് പറഞ്ഞ് എഴുതിയത് സിവിൽ സർവീസിന്റെ എക്സാമാ. ഞാൻ മാത്രമല്ല, ആദ്യം അവൻ സൈബർ സെക്യൂരിറ്റി ഓഫീസറാണ്. അപ്പം ഏട്ടൻ ജീവേട്ടനെ കൊടുക്കാനാണ് ഇങ്ങോട്ട് വന്നേ? അപ്പൊ ഏട്ടൻ ഒരു സ്പൈ ആണോ? അതെ. ഏട്ടാ, ഞാനൊരു കാര്യം പറയാം. ഏട്ടൻ ജീവേട്ടനെ പറ്റി അന്വേഷിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ അറിയും. അതൊക്കെ അറിഞ്ഞ ശേഷവും JK ചെയ്യുന്നത് തെറ്റാണെന്നാണ് ഏട്ടന് തോന്നുന്നതെങ്കിൽ ഏട്ടൻ അറസ്റ്റ് ചെയ്തോ? എന്തായാലും ഇനി നിന്നെ ഇങ്ങനെ നടത്തിയാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം അങ്ങ് നടത്തണം. 10-26 വയസ്സായില്ലേ? കൂടിനൊരാളും കൂടെ വന്നാലേ നിനക്ക് ഇച്ചിരി ഉത്തരവാദിത്തം വരത്തുള്ളൂ. അങ്കിൾ പ്ലീസ്, ഒരു കല്യാണം കുടുംബമൊന്നും എനിക്ക് പറ്റിയ കാര്യങ്ങളല്ല. അതുമല്ല, എനിക്ക് ഇതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. അങ്കിൾ ചൂസ്. ആ മോളെ. അല്ല, ഇതാരാ? ഹീസ് വി ആൻഡ് ഹീസ് മൈ ബോയ് ഫ്രണ്ട്. അതെപ്പോ? ആണോ? നീ ജേക്കയുടെ ബോയ് ഫ്രണ്ട് ആണോ? അതെ, ആണെന്നങ്ങ് പറഞ്ഞേക്ക്. അല്ലേ അങ്കിള് പോയി കഴിയുമ്പോ ജേക്കയുടെ തോക്കിലൊരു ബുള്ളറ്റ് നിന്റെ നെഞ്ചത്തായിരിക്കും. അയ്യോ, അതെ അങ്കിൾ. എന്നാ ഇതങ്ങ് ആദ്യം പറഞ്ഞാ പോരെ? നിന്റെ മനസ്സിൽ ഒരാളുള്ള സ്ഥിതിക്ക് ഞാൻ വേറെ പ്രപ്പോസൽ നിർബന്ധിക്കുന്നില്ല. നമുക്കിത് തന്നെ അങ്ങ് നടത്തിയേക്കാം. പിന്നെ ജാൻവിക്കും വിക്കും ഒരേ മുതച്ചായാണല്ലോ. ജാൻവിയുടെ ഏട്ടനാന്നേ പറയുള്ളൂ. സർ, ഫയല് അതെന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോക്കോ. ഞാൻ പുറകെ വന്നേക്കാം. ഒരുപാട് കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പം ജീവ, ഞാൻ ഇറങ്ങുക. ഓക്കെ അങ്കിൾ. വി, പെട്ടെന്ന് റെഡിയാവ്. ലഞ്ച് നമുക്കിന്ന് പുറത്തുനിന്നാവാം. ഓക്കെ. ഓ, ഇവിടെ സെൽഫ് സർവീസ് ആണല്ലേ? എങ്കിൽ ഞാൻ പോയി ഫുഡ് മേടിച്ചിട്ട് വരാം. എടാ, ആ പയ്യനെ കണ്ടോ? ഹീസ് സോ ഹാൻസം. ഒന്ന് മുട്ടിയാലോ? ഓക്കെ, വാ. ഹേയ്, എക്സ്ക്യൂസ് മീ. വാട്ട്? ഡു യു വാണ്ട് ടു ഹാവ് എ ഡേറ്റ് വിത്ത് മീ? വാട്ട്? മാറി നിൽക്കടോ. ദേ, ഞാൻ ആരാ നിങ്ങൾക്കറിയില്ല. ഓ, എന്നാ അതൊന്നും അറിഞ്ഞിട്ട് എന്നെ കാര്യം. ഹേയ്, ഹൗ ഡെയർ യു? ഇതിപ്പോ ആരാ ബോഡി ഗാർഡ്?
ആദി, ഞാൻ നിനക്ക് കായയുടെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. അവനെക്കുറിച്ചൊന്ന് നോക്കിയിട്ട് എന്നോട് പറയണേ. ആടെ ഓക്കെ. എടാ സൂര്യ, ആടെ പറ. എടാ, കായ് ശരിക്കും ഒരു ഡ്രഗ് ഡീലറാണ്. അവന് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലുണ്ട്. ബട്ട് അതിന്റെ മറവിൽ അവൻ കൊക്കീൻ, ഹീറോയിൻ, സ്റ്റിറോയിഡ്സ് ഒക്കെ വിൽക്കുന്നുണ്ട്. അതിൽ നിന്നുമൊക്കെ അവന് കോടികളാ കിട്ടുന്നത്. ഓ, അപ്പൊ ഇതൊക്കെ ജെകെ തടയുന്നത് കൊണ്ടായിരിക്കും അവന് ജെകെയുടെ ഇത്ര ദേഷ്യം. കോടികളുടെ നഷ്ടമല്ലേ. അതിനു പുറമെ അവൻ അവയവക്കടത്തുണ്ട്. പിന്നെ മരിച്ചുപോയ CMന്റെ മകൻ ബെഞ്ചമിൻ കായയുടെ കൂട്ടത്തിലുള്ളതാണ്. ഓ, അപ്പൊ വെറുതെ അല്ല. പക്ഷെ ജെകെ എന്തിനാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് തടയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെനിക്കറിയില്ല. അത് നീ ജെകെയോട് തന്നെ ചോദിക്കണം. എന്നാ ശരി. ജനേട്ടൻ എന്ത് ചെയ്യേ? ഇത് ഇപ്പൊ തോർത്ത് കട്ടിലിട്ടെന്നും പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. ശരി എന്നാ. ഈ ഫുഡൊക്കെ നീ ഉണ്ടാക്കിയതാണോ? അതെ. ജാനു ഉണ്ടാക്കുന്ന ഫുഡിന്റെ അതേ ടേസ്റ്റ്. ദേ പെണ്ണെ, സാമ്പാർ ലാറില് നീളത്തിൽ പച്ചക്കറി അറിയോ? ഇത് അവിയലോ? ജനേട്ടാ മിണ്ടാതിരുന്നു, എനിക്കറിയാം. നീ എന്തെങ്കിലും ചെയ്യും. എന്നതാ രാവിലെ ഏട്ടൻ അനിയത്തിയും കൂടെ? നീ ഒറ്റ ഒരുത്തിനുള്ള വഷളാക്കുന്നത്. ആയി ശരി. വല്ല കാര്യം ഉണ്ടായിരുന്നു. ജീവ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ശരിക്കും നീയും കായായിട്ട് എന്താ പ്രശ്നം? അവന്റെ ഡ്രഗ് ഡീലിങ്സ് ഞാൻ തടയുന്നുണ്ട്. അത് കാരണം അവന് കോടികളുടെ നഷ്ടം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയതാ. നീ എന്തിനാ അവനെ തടയുന്നേ? പിന്നെ തെറ്റ് കണ്ടാ തടയാതിരിക്കാൻ പറ്റുമോ? അവൻ ഈ കടത്തുന്ന ഡ്രഗ്സ് കൂടുതലും ടീനേജേഴ്സ്, കുട്ടികൾ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ സൊസൈറ്റി എത്രത്തോളം ബാധിക്കുന്നു ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ വലിച്ചു കയറ്റി അമ്മ ഏതാ പെങ്ങളേതാ തിരിച്ചറിയാതെ എത്രയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാ ഞാനിത് തടയുന്നത്. ഉറക്കം വരുന്നില്ലല്ലോ. എൻ്റെ മൈൻഡ് ഫുൾ അവനാണ്. എനിക്കിതെന്ത് പറ്റി? ജീവ ഉറങ്ങിയോ എന്തോ? പോയി നോക്കാം. ഭാഗ്യം, ഉറങ്ങി. ഇനിയാണ് അന്ന് നോക്കാൻ പറ്റാത്തൊരു ഒന്ന് പോയി നോക്കണം. ഇതെന്താ ഇങ്ങനെ ഒരു സ്ഥലം? ഓ മൈ ഗോഡ്. ജാക്ക് ഡാനിയൽ. ഇതെന്തോ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് പോലെ. ഫോട്ടോ എടുത്തു വെക്കാം. അപ്പോൾ തെളിവുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലേ? അപ്പം ഞാൻ അന്വേഷിക്കുന്ന 2 കൊലപാതകങ്ങളും ജെകെ തന്നെയാണ് ചെയ്തത്. പെട്ടെന്ന് ഇറങ്ങിയേക്കാം. ജെകെ എത്ര സമയം നോക്കിയതെല്ലാം ദക്ഷ സാറിന് അയച്ചു കൊടുക്കാം. നീ എന്തിവിടെ ചെയ്യുന്നേ? അത് ഞാൻ ഓർക്കം വരാഞ്ഞപ്പം ബാൽക്കണി വരെ. ഓ, ബാൽക്കണി അപ്സ്റ്റേഴ്സിലാണ്. വാ. ഓക്കെ. രക്ഷപ്പെട്ടു. ജീവ, നീ എന്താ ചെയ്യുന്നേ? വി പ്ലീസ് ഡോണ്ട് ആസ്ക് മീ എനിത്തിങ്. ജസ്റ്റ് സ്റ്റേ എ ബിറ്റ് ലോnger like this. വി I'm feeling something about you. What? I don't know, but I like your presence. പോയി കിടന്നു. തണുപ്പധികം കൊള്ളണ്ട. ഓക്കെ.
ചേക്ക എവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഹലോ, എന്നെ അറിയായിരിക്കുമല്ലോ. അല്ല, എന്ത് പറ്റി? ജെകെ കാണുന്നില്ലേ? ഞാൻ സെൻഡ് ചെയ്യുന്ന ലൊക്കേഷനിലേക്ക് വിത്തിൻ 15 minutes നീ അവിടെ വന്നിരിക്കണം. അല്ല, എന്താ ഉണ്ടാകുന്ന നിനക്കറിയാലോ. ഹേ വെയിറ്റ്, ഞാൻ വരാം. ഇതെവിടെ പോയി? ഹലോ മൈ ഡിയർ ജെകെ, എന്താ നിന്റെ ബോഡി ഗാർഡിനെ കാണുന്നില്ലേ? യു ബാസ്റ്റേർഡ്. ഹേ വെയിറ്റ്, ഞാൻ എവിടെയായിരിക്കും നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ആണാണെങ്കിൽ നീ ഒറ്റയ്ക്ക് വാ. ഓ ഷിറ്റ്. വി ജെകെ, ഹേയ് അവിടെ നിൽക്ക്, അടുത്തേക്ക് വരരുത്. എന്താ ജെകെ, മുഖത്തൊരു പരിഭ്രാന്തിയൊക്കെ? ഇതിനെ അങ്ങ് തീർത്തേക്കട്ടെ. ഹാൻ, യെസ് ബോസ്. നോ, then knee down. Huh? I said knee down. Jake, no, please don't do that. ജെകെ, ഇതിനാണ് ഞാൻ കാത്തിരുന്നത്. നീ എന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഈ നിമിഷത്തിന് വേണ്ടി. വെറും ഒരു ബോഡി ഗാർഡിന് വേണ്ടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഐ ക്യാൻ ബിലീവ് ഇറ്റ്. എന്തായാലും നിനക്കൊരു സമ്മാനമുണ്ട്, കാണണ്ടേ? അങ്കിൾ, റോബർട്ട്, എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? നീ ഞാൻ വിചാരിച്ചതുപോലല്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ, അതായത് സാമുവൽ സെബാസ്റ്റ്യനും ജയകൃഷ്ണൻ നായർ, ഒരു തെളിവില്ല നീ തീർത്തല്ലോ. നിന്റെ അടുത്ത വണ്ണം ഞാനായിരിക്കും അല്ലേ? ശരിയാ, നിന്റെ അച്ഛനും അമ്മേനെയും ഞങ്ങൾ തന്നെയാ കൊന്നത്. നിന്റെ അച്ഛനെ ബിസിനസ് ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഞാനാ. പക്ഷേ അങ്ങനെ എന്നെക്കാൾ ഒന്ന് വളർന്നുപോയി, ബിസിനസ്സിന് ഏറ്റവും ഉയരത്തിലെത്തി. അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? അങ്ങനെ ഓർത്തു. അന്നേ നിന്നെ അങ്ങ് തീർത്താ മതിയായിരുന്നു. കുഞ്ഞല്ലേ എന്നോത്തങ്ങ് വെറുതെ വിട്ടു. ജീവ, നിനക്കിട്ടുള്ളത് ഞാൻ പിന്നെ തരാം. ഇപ്പൊ ഞാൻ നിന്നെ വെറുതെ വിടുക. നിന്നെ എനിക്ക് ഒറ്റ വെടിക്ക് തീർക്കാൻ ആഗ്രഹമില്ല. നീ എൻ്റെ ജീവിതത്തിലേക്ക് തന്നൊരു ഇരുട്ടുണ്ട്. ആ വേദനയൊക്കെ എന്താണെന്ന് അറിയിച്ചിട്ടേ നിന്നെ ഞാൻ പരലോകത്തേക്ക് അയക്കും. Every night we fell in love. Years ago when I was younger, I kinda liked a girl I knew. She was mine and we were sweethearts. That was then, and it's true. I'm in love with a എന്തിനാ ഇവിടെ അങ്ങനെ നിൽക്കുന്നേ? കുറെ നേരമായല്ലോ, പോയി കിടക്ക്.
നീ എന്നാലും എന്നാത്തിന് അവര് വിളിച്ച പാടാ എനിക്ക് ഓടിച്ചത്? അതിപ്പോ ഞാൻ ഓർത്തോ? സാരില്ല. പക്ഷെ നീ എന്തിനാളെ വെറുതെ വിട്ടത്? ആരെ? റോബോട്ടിനെ. നിനക്കങ്ങ് തൂക്കാമല്ലായിരുന്നോ? എന്റെ അച്ഛനമ്മേനെ കൊന്ന ആളല്ലേ. പക്ഷെ അവനെന്റെ അവസാനം തന്നെയാ. അവൻ എനിക്ക് ഒറ്റ അടിക്ക് തീർക്കാൻ ആഗ്രഹമില്ല. അവൻ എനിക്ക് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം. നീ എന്തിനാ അവന്മാരെ നീടകം ചെയ്യാൻ പറഞ്ഞപ്പോ ചെയ്തത്? പിന്നെ നിനക്കൊന്നും പറ്റിയിരുന്നെങ്കിൽ? ഒന്നുമില്ല. എന്നെ ഒന്നുമില്ലാത്തെ പറ. വിട്. She was mine and we were sweethearts. That was then, but then it's true. I'm in love with a fairy tale, even though it hurts. 'Cause I don't care if I lose my mind, I'm already cursed. അങ്ങനെ ദിവസങ്ങളേറെ കടന്നുപോയി. ആ സംഭവത്തിനു ശേഷം അവർ തമ്മിലുണ്ടായിരുന്ന ദൂരം കുറഞ്ഞു. പരസ്പരം ഒരുപാടെടുത്തു. വെറും അപരിചിതരിൽ നിന്നും നല്ല സുഹൃത്തുക്കളായി. പക്ഷെ അവർക്ക് തന്നെ അറിയാം അവർക്കിടയിലുള്ളത് വെറും സൗഹൃദം മാത്രമല്ലെന്ന്, മറ്റെന്തോ ഉണ്ടെന്ന്. പക്ഷെ അത് തുറന്നു സമ്മതിക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഹേയ് ആദ്വിക്. ഇതാരാൾഡണോ? എന്താ ഇവിടെ? ഞാനിവിടെ കോർട്ട് വരെ വന്നത്. ഞാൻ മറന്നു, ഇയാൾ ക്രിമിനൽ ലോയറാണല്ലേ? അല്ല, നീ എന്താ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നേ? അതെൻ്റെ ഫോണൊന്ന് മിസ്സായിപ്പോയി, അപ്പം അത് മേടിക്കാൻ. ഓക്കെ, താൻ ഫ്രീ ആണോ? അതെയല്ലോ. എങ്കിൽ നമുക്കൊരു കോഫി കുടിക്കാൻ പോയാലോ? യാ, വൈ നോട്ട്. തനിക്ക് ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നുമില്ലേ? ഇങ്ങനെ കഫേയിൽ ജോലി ചെയ്തിരുന്നാൽ മതിയോ? ഹേയ്, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. എനിക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഉള്ള പൈസയൊക്കെ കിട്ടുന്നുണ്ട്. ദെൻ വാട്ട് അബൌട്ട് യുവർ മാരേജ്? കല്യാണത്തെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ബട്ട് അങ്ങനെ ഒരാളെ മീറ്റ് ചെയ്താൽ കല്യാണം കഴിക്കാനും ഞാൻ റെഡിയാണ്. ദെൻ ക്യാൻ യു മാരി മീ? വാട്ട്? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. എനിക്ക് തന്നെ ആദ്യം കണ്ടപ്പോഴേ. താൻ പാനിക് ആകണ്ട, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഐ വിൽ വെയിറ്റ് ഫോർ യു. ഓക്കെ. എടാ പുല്ല്, എത്ര നാളായി ഞാൻ വിളിക്കുന്നു. നീ എന്താ കോൾ എടുക്കാതെ? ദക്ഷിത് സാർ നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എടാ ചേക്കെ, തെളിവൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഞാനന്ന് നിന്നോട് പറഞ്ഞില്ലേ അൺഡിറ്റക്റ്റബിൾ സബ്സ്റ്റൻസിനെ പറ്റി? ഇറ്റ്സ് താലിയം. അതുപോലെ ജാക്ക് ഡാനിയലിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്. ബട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റിൽ സഞ്ജയുടെ പേര് വെച്ചെന്ന് മാത്രം. ഈ താലിയം എന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഉള്ളിൽ ചെന്നാൽ ഒരാഴ്ചക്കുള്ളിൽ ആൾ മരിച്ചു പോകും. ഇതിനെ നമുക്ക് ലബോറട്ടറിയിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാനും പറ്റില്ല. അപ്പം ഈ പോയിസൺ ആൽക്കഹോളിൽ മിക്സ് ചെയ്ത് സഞ്ജയ് വഴി സാമുൽ സെബാസ്റ്റ്യനും ജയകൃഷ്ണൻ നായർക്കും കൊടുത്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ആയിരിക്കാം ഈ 2 കൊലപാതകങ്ങളും ചെയ്തിട്ടുണ്ടാക്കുക. മതി, ഇത് മതിയല്ലോ. ഞാൻ ദക്ഷിത് സാറിനെ വിളിച്ച് പറയട്ടെ? എടാ പ്ലീസ്, അങ്ങനെ ചെയ്യില്ല. ഇപ്പം സാറിനോടൊന്നും പറയരുത്. സാർ ഇതറിഞ്ഞാൽ ഇപ്പോൾ പോലീസ് ഫോഴ്സുമായിട്ട് വന്ന് ജെക്കെനെ അറസ്റ്റ് ചെയ്യും. പിന്നെ അതല്ലേ വേണ്ടത്? അല്ല, എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ അറിയണം. ജെക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയണം. നീ എന്നാ അവനെ രക്ഷിക്കാൻ നോക്കുവാണോ? എനിക്കറിയില്ല. എനിക്ക് ജെക്കെ ചതിക്കാൻ പറ്റുന്നില്ല. അവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നറിഞ്ഞാൽ അവൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ നിൽക്കും. വാട്ട്? നിനക്കെന്ത് വട്ട് പിടിച്ചോ? നീ എന്തൊക്കെയാ പറയുന്നേ? നീ സത്യം പറ. നിനക്ക് ഒരിക്കലും എൻ്റെ അടുത്ത് ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. എനിക്ക് ജെക്കെ ഇഷ്ടമാണ്. എനിക്ക് പറ്റില്ല അവനെ ചതിക്കാൻ. സൂര്യ, Years ago, when I was younger, I kinda liked a girl I knew. She was mine, and we were sweethearts. That was
then, but then it's true. I'm in love with a fairy tale, even though